ഈ നിർണായക സമയത്ത് വിക്കറ്റ് കൊണ്ട് കളയുന്ന ചില ക്രിക്കറ്റിലെ ബാറ്റ്സ്മാൻമാരുണ്ട്. നിർണായക സമയത്ത് പരിക്ക് പറ്റുന്ന ചില ലോകപ്രശസ്ത ഫുട്ബോളർമാരുണ്ട്. അത് രണ്ടും പറയാനല്ല. നിർണായക സമയത്ത് എപ്പോഴും സ്വന്തം പ്രവൃത്തി വിനയായിത്തീരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കും പിടിക്കും ജയിക്കും പിടിക്കും 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 എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതീതി ഉണ്ടാക്കുകയും സ്വന്തം നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും പിടിവിട്ട് അങ്ങോട്ട് വീണ് പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരിയായിട്ടാണ് ശോഭാ സുരേന്ദ്രനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഗതി ഇത്തവണത്തെ ഇലക്ഷന് ഉത്തരേന്ത്യൻ മോഡൽ കേരളത്തിൽ പരീക്ഷിക്കും എന്ന് BJP പറഞ്ഞപ്പോൾ അത് കിറ്റും സാരിയും പിന്നെ ഏറ്റവും ഒടുവിൽ പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ കാശുപൊതിയും ഒക്കെ ആയിരിക്കും എന്ന് മനസാ വാചാ കർമ്മണ ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ സംഗതി ശരിക്കും പെട്ടു. ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുക്കുന്ന മോശം കാനഡയിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം മനസ്സെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുക്കുന്നില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. ഞങ്ങളുടെ പ്രതി ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു അതിനൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ബഹുമാനത്തോട് ഒരു കാരണമാണ്. നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കുക. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കുക. നിങ്ങൾ പൈസ കൊടുക്കുന്ന ചോദിച്ചത് അല്ല. നിങ്ങൾക്ക് കൈയോട് സംസാരിക്കും ചെയ്തോളി. നിങ്ങൾ ആദ്യം ചെയ്തോളൂ. ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ വിളിച്ചെടുക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിച്ചെടുക്കുന്ന കാര്യം നിങ്ങൾക്ക്. പാലക്കാടൻ കരിമ്പനയുടെ ചൂടേറ്റ കുട്ടികളാണ് കാറിലുണ്ടായിരുന്നത്. ഇതിന് ചേച്ചി നടത്തിയ വിശദീകരണങ്ങളിൽ ഏറ്റവും രസകരമായി തോന്നിയ വിശദീകരണത്തിൽ നിന്ന് തുടങ്ങാം. അതെന്തായിരുന്നെന്നറിയോ? ആ വന്ന് കൊടുത്തിട്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്ന ആൾ എൻ്റെ നിഴലായിരുന്നു. നിഴലായോർമകൾ ഒഴുകി വരുമ്പോൾ തഴുകാൻ മോഹം ദേവാ. ഇങ്ങനൊരു നിഴൽ ആരും കണ്ടിട്ടില്ല. നെടുനീളൻ മുല്ലപ്പൂവൊക്കെ ചൂടിയ ഒരു നിഴൽ, ആ നിഴലായിരുന്നു എന്നാണ് പറഞ്ഞത്. സംഗതി കണ്ണാടി പഞ്ചായത്തിൽ കാശ് കൊടുക്കാൻ പോയതിൻ്റെ അപ്പോഴത്തെ വിശദീകരണങ്ങൾ നമ്പർ 1. ഇതിൽ തന്നെ ശോഭ ചേച്ചി പറയുന്നത് ആ കൊടുത്തത് അവരുടെ വല്യമ്മയ്ക്കാണ്. വല്യമ്മയ്ക്ക് മകൾ കാശ് കൊടുക്കുന്നതിന് എങ്ങനെ കുറ്റം പറയാനൊക്കും? അത് വാദം നമ്പർ 1. സംഗതി വല്യമ്മയുമല്ല, കുഞ്ഞമ്മയുമല്ല, അപ്പച്ചിയുമല്ലെന്ന് മണിക്കൂറുകൾ കൊണ്ട് തെളിഞ്ഞു. നമ്പർ 2, ആളെ അറിയില്ല. ഏതാളെ? ആ കൊടുത്ത ആളിനെ അറിയില്ല. നിമിഷങ്ങളുടെ പരിഭ്രാന്തി കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ആ ആളെ അറിയുകയില്ല. പക്ഷേ ആ ആളുടെ ചിത്രം സാക്ഷാൽ നമ്മുടെ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി, ദേശീയ കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ നാട്ടിൽ വന്ന് പറഞ്ഞില്ലേ, കേരളത്തിൽ UDF ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടുമെന്ന് പറഞ്ഞ ബഹുമാന്യനായ നേതാവിനോടൊപ്പം നിൽക്കുന്നുണ്ട് ആ സഹോദരി. ഏത് സഹോദരി?
ആളെ അറിയില്ലെന്ന് പറഞ്ഞ നിഴലാണെന്ന് പറഞ്ഞ സഹോദരി. പിന്നെ മൂന്നാമത്തെ വാദം എൻ്റെ ഫോട്ടോ എടുക്കാൻ നിനക്കെന്താണ് അവകാശം എന്നുള്ളതാണ്. അതിനാ കുട്ടികൾ മറുപടി പറഞ്ഞു, ഇത്തരം അനീതികൾ കണ്ടാൽ എടുക്കും എന്നുള്ളതാണ്. നാലാമത്തെ വാദം നിൻ്റെ കരണക്കുറ്റി അടിച്ച് പുകയ്ക്കും എന്ന് പറഞ്ഞാൽ ആരാണ് ശോഭ ചേച്ചി കാശ് കൊടുത്താൽ എടുക്കാൻ ധൈര്യമുള്ളത്? ആ ആളിൻ്റെ കരണക്കുറ്റി അടിച്ച് പുകയ്ക്കും എന്നാണ്. അഞ്ചാമതായി അവിടെ വെച്ച് പറഞ്ഞിട്ട് പോയത് നിന്നെ സ്റ്റേഷനിൽ കയറ്റി നിന്നെ കാണിച്ചു തരാം എന്ന് പറയുന്ന 5 വാദങ്ങളാണ്, 5 അഗ്നിജ്വാലകളാണ് സാക്ഷാൽ ശോഭ ചേച്ചി പുറത്തുവിട്ടത്. ഒന്ന് കറങ്ങി തിരിച്ചു വന്നപ്പോൾ 6ാമതായി ചേച്ചി അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് കാറിലിരുന്നു കൊണ്ട് ലൈംഗിക ചുവയുള്ള അംഗവിക്ഷേപം എന്നെ കാണിച്ചു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ വീഡിയോയിൽ പറയുന്നോ? നീ എന്തിനാടാ അങ്ങനെ കാണിച്ചതെന്ന് പറയുന്നോ? നീ എന്ത് ആംഗ്യമാണ് എന്നെ കാണിച്ചതെന്ന് പറയുന്നോ? ഒന്നും പറയുന്നില്ല. പക്ഷേ പിന്നീട് ആരാണ്ട് പറഞ്ഞു കൊടുത്തു, ലൈംഗിക ചുവയുള്ള ചേഷ്ടകൾ കാണിച്ചതുകൊണ്ടാണ് നിന്നെ റെഡിയാക്കി കളയും എന്ന് പറഞ്ഞത്. അടുത്ത 7ാമത്തെ സംഗതി, മുന്നിലിരുന്ന തല മുഴുവൻ മറച്ച ഒരു സ്ത്രീ. ഏതാ? കാറിൻ്റെ മുന്നിലൊരു സ്ത്രീ ഇരിപ്പുണ്ട്. അവർ തലയൊന്നും മറച്ചിട്ടില്ല. അതാണ് 7ാമത്തെ വാദം. പക്ഷേ തല മറച്ചിരുന്നതേയില്ല. 8ാമത്തെ വാദം, അങ്ങനൊരു സ്ത്രീ ഇല്ല, അതെൻ്റെ നിഴലായിരുന്നു. നിഴലായി ഓമനെ തഴുകി വരുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ വഴി കേട്ടോ, പുൽകാം നിന്നെ ഞാൻ ദേവാ. അടുത്ത 9ാമത്തെ വാദം, ഇത് കോൺഗ്രസിൻ്റെ ഒരു നറേറ്റീവാണ്. എനിക്ക് പരിചയമില്ലാത്തൊരു സ്ത്രീയെ എന്നോടൊപ്പം പറഞ്ഞു വിട്ട് കാശ് കൊടുപ്പിച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള നറേറ്റീവ്. കഴിഞ്ഞോ? ഇല്ല. 10ാമത്തെ വാദം, ഈ പറഞ്ഞ സ്ത്രീയും മാധ്യമത്തിലെ റിപ്പോർട്ടറും തമ്മിലുള്ള ബന്ധം ഞാൻ കണ്ടുപിടിക്കും. മാധ്യമത്തിൻ്റെ പത്രത്തിന് ഞാൻ ഒറ്റ മാധ്യമത്തെ പറയുന്നുള്ളൂ എന്നൊക്കെ പറയാൻ നോക്കി. പക്ഷേ പത്രസമ്മേളനത്തിനെത്തിയ മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി പറഞ്ഞു, അങ്ങനെ മീഡിയ വണ്ണിൻ്റെ ആളിനെ മാത്രം ഒന്നും കുറ്റപ്പെടുത്തണ്ട, ഞങ്ങൾക്കെല്ലാം ചാനലുകളിൽ കിട്ടിയതാണ്, അല്ലാതെ അയാൾ മാത്രം കൊണ്ടുവന്ന റിലീസല്ല ഇതെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ചേച്ചി സീനിൽ നിന്ന് ഒന്നും മാറിക്കൊടുക്കേണ്ടി വന്നു. കണ്ടോളൂ, ബാക്കി ഞാൻ പിന്നെ പറയാം. മണ്ണിന് മാത്രം എങ്ങനെ ഈ ദൃശ്യം തത്സമയം കിട്ടി? പറയട്ടെ, നിങ്ങൾ ആ സ്ത്രീയുടെ മുഖം എവിടെ? ആ സ്ത്രീ നടന്നു അങ്ങനെയാണെങ്കിൽ ആ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന വെള്ള ചുരിദാറിട്ട സ്ത്രീ സീറ്റിൽ വെള്ള ചുരിദാറിട്ട ഒരാളും എന്റെ കാറിലില്ല. ഞാൻ ചോദിക്കാം, അല്ലല്ല ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഒരു മാധ്യമം, ഞാൻ ഒരു മാധ്യമം എന്ന് അടിവരയിട്ട് പറയുകയാണ്, ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചിട്ടേ ഞാൻ നിൽക്കൂ. ഇത് ഈ മാധ്യമ പ്രവർത്തകന്റെ പങ്ക് പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകും. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണോ നിങ്ങളെ പണം കൊടുക്കാൻ പറഞ്ഞു അയച്ചത്? മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണോ നിങ്ങളെ പണം കൊടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുത്തത്? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ പണം കൊടുത്തത്? ഈ തിരക്കഥയുടെ പിന്നിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്ക് കൂടി ബന്ധമുണ്ട് എന്ന് ഞാൻ സംശയിച്ചു. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ പറഞ്ഞിട്ടാണ് നിങ്ങൾ പണം കൊടുത്തത്? മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ പറഞ്ഞിട്ടാണ് നിങ്ങൾ പണം കൊടുത്തത്? ഇല്ലാത്തൊരു ദൃശ്യത്തിന്റെ പേരിൽ ഞാൻ എവിടെ നിന്ന് പോണോ അതോ എനിക്ക് ഓരോരുത്തരായി ഒരു നിമിഷം, അതായത് അവിടേക്ക് മീഡിയ വണ്ണല്ല, ആ ദൃശ്യങ്ങളിൽ ആ സ്ത്രീയുടെ മുഖമെവിടെ? മുഖമെവിടെ? കാറിന്റെ പിന്നിൽ ഇല്ലെന്നാ പറയുന്നത്. കാറിൽ കയറുന്നുണ്ടോ? ആ സ്ത്രീ കാറിൽ കയറുന്നുണ്ടോ? അത് കാണിക്കൂ. അല്ല, ആ സ്ത്രീയുടെ മുഖം ഒന്ന് കാണിക്കൂ. ഈ കാണുന്ന നിങ്ങൾക്ക് സുഹൃത്തെ, ഇത് ഒരു നിഴലാണ്, ഒരു നിഴല് പോലെ എന്റെ കാറിൽ
മാസത്തെ മരുന്നിന് ആവശ്യമായ 5000 രൂപ നൽകിയെന്ന് അമ്മ പറയുന്നുണ്ട്. ആര് നൽകി? അതാണ് രണ്ടും നൽകി എന്ന് പറയുന്നത്. അല്ല, അപ്പൊ സംഗതി കണ്ട കിടന്ന് മെഴുകുകയാണ്. ഇതിൻ്റെ അവസാനം ചേച്ചി സീനിൽ നിന്നങ്ങ് മാറി നിൽക്കുക. കാരണം എല്ലാ പ്രാവശ്യവും ആ നാക്കുകൊണ്ട് ഒരുപാടില്ലാത്ത കാര്യങ്ങളും കള്ളങ്ങളും ഒക്കെ പറഞ്ഞ് വലിയ തഴക്കവും മൂർച്ചയുമുള്ള നാക്ക് വല്ലാണ്ട് അങ്ങ് സ്തബ്ധമായിപ്പോയി, വിശദീകരിക്കാനാവാതെ. അവിടെ പിന്നെ മറ്റൊരാളാണ് വന്ന് ഇതൊക്കെ വിശദീകരിക്കുന്നത്. ഇനി തീർന്നില്ല. പിന്നെ ചേച്ചി വന്ന വാദം പോക്സോ കേസ് അടക്കമുള്ള കേസുകൾ കൈകാര്യം ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടക്കമുള്ളവർക്ക് ഷാഫി കാശ് കൊടുത്തതിൻ്റെ ദൃശ്യങ്ങൾ എന്തായാലും ഇന്ന് പുറത്തുവിടുന്നില്ല, അത് ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തുവിടും എന്നാണ് പറഞ്ഞത്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഇത് തോന്നാൻ കാര്യം? രാഹുൽ ഒരു പോസ്റ്റ് ഇട്ടു, ശ്രീമതി ശോഭാ സുരേന്ദ്രനോടാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളുടെ സഹപ്രവർത്തകർ പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടിനായി പണമൊഴുക്കുന്നു എന്ന് കേട്ടിരുന്നു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വാഹനത്തിൽ വന്ന് നിങ്ങളുടെ വിശ്വസ്ത പോലും നിങ്ങൾ പോകുന്ന വീടുകളിൽ പണം കൊടുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ പകർത്തിയ താങ്കളുടെ മകൻ്റെ പ്രായമുള്ള കുട്ടിയോട് താങ്കൾ പറഞ്ഞത് മുഖമടിച്ച് പൊളിക്കും എന്നാണ്. ശ്രീമതി ശോഭ താങ്കൾ പറഞ്ഞത് പാലക്കാട് മതേതര മണ്ണാണ്, പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല പാലക്കാടിൻ്റെ ജനാധിപത്യ ബോധവും മൂല്യവും. കയ്യിൽ കുറേ പണമുണ്ടെങ്കിൽ അത് ആളുകൾക്ക് കൊടുത്തോളൂ, പക്ഷേ അതുകൊണ്ട് വോട്ട് വാങ്ങാമെന്ന് വിചാരിക്കേണ്ട. ഈ പണത്തിന് മേലെ പാലക്കാട് പറക്കും, പിഷാരടി ജയിക്കും. ഇത് പാലക്കാടിൻ്റെ ഉറപ്പ്. ഈ പോസ്റ്റ് ഇട്ടതിനാണ് ഷാഫി പറമ്പലിനെ പോക്സോ അടക്കമുള്ള സംഗതികൾ ഇപ്പോൾ റെഡിയാക്കി ശരിയാക്കി കൈകാര്യം ചെയ്ത് ഭിത്തിക്ക് പറ്റിക്കാനായി വളരെ റെഡിയായി രംഗത്തിറങ്ങുന്നതെന്ന് മാത്രമല്ല, പിഷാരടിയുടെ ഒരുപാട് വിവരങ്ങളും എറണാകുളത്തുനിന്ന് ഒരുപാട് ആളുകൾ ചേച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ സംഭവങ്ങളെല്ലാം പുറത്തുവിടും എന്നാണ് പറയുന്നത്. സംഗതി ഏതോ സിനിമ ഡയലോഗ് പോലെ, നീ അറിഞ്ഞോ, ഞാൻ പിന്നെയും പെട്ടു.